അമ്മ അമ്മച്ചി, നമ്മുടെ നായകൻ ഷിബു ജോർജില്ലേ, അവൻ പറയണേ ഞാനേ അവന്റെ വീടും സ്വത്തൊക്കെ കണ്ടിട്ടാ വന്നേന്ന്. പിന്നീടാണ് പല സ്ത്രീകളെയും ഈ വീട്ടിൽ വെച്ച് ഞാൻ പിടിക്കണതൊക്കെ. ആൾക്ക് എല്ലാ സ്ത്രീകളുമായിട്ടും രണ്ടു കാലം തളർന്നായാലും സെക്സ് ചെയ്യലായിരുന്നു. ഓറൽ സെക്സ് അങ്ങോട്ട് ചെയ്തു കൊടുക്കല്, ഓറൽ സെക്സ് ഇങ്ങോട്ട് ചെയ്തു കൊടുക്കല്, ഇതൊക്കെ ഞാൻ ഫോണിലൂടെ പിടിച്ചു. പിന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കടയിലൊക്കെ പോണ സമയത്തായാലും ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചു കയറ്റലും. എവിടെയോ എന്തോ വശപ്പശക ഫീൽ ചെയ്യുന്നില്ലേ? ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. എന്തോ എവിടെയോ ഒരു പ്രശ്നം, ഒരു ചീഞ്ഞു നാറ്റം അടിക്കുന്നുണ്ട്, നല്ലപോലെ അടിക്കുന്നുണ്ട്. ആരാ ഇവരെന്നല്ലേ? സോണിയ ഷിബു ജോർജ്, മുൻ കോൺഗ്രസ് പ്രവർത്തകനായ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫാണ് ഈ സോണിയ ഷിബു ജോർജ്. ഓക്കെ, എന്തായാലും ഷിബു ജോർജ് ആരാണെന്ന് അറിയാത്തവർക്ക് ചുരുക്കി പറഞ്ഞുതരാം. പണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയോ ഏതോ ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ സൺഷെയ്ഡിൽ നിന്ന് താഴെ വിഴുന്ന് കഴുത്തടിച്ച് താഴോട്ട് പ്രശ്നം പറ്റി വീഴ്ചകളിലായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് വീഴ്ചകളിലാണ് ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ സോണിയ എന്ന് പറയുന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. എന്നാൽ കടന്നു വന്നതിന് ശേഷം ഇവർ കാണിക്കുന്ന പരിപാടികളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഈ ഏതാണ്ട് 1.5 വർഷമായിട്ടും ഈ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഒരു അനാഥാലയത്തിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഈ അനാഥാലയത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ റീസൺ ഇവരുടെ അടുത്തുനിന്നുള്ള ക്രൂര പീഡനങ്ങൾ കാരണമാണ് അങ്ങേര് അങ്ങോട്ട് പോയെന്നാണ് അങ്ങേര് പറയുന്നത്. എന്നാൽ അവിടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് 2 വ്യക്തികളടക്കം കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കൊണ്ടാക്കാൻ വന്ന ആൾക്കാരെ പെപ്പർ സ്പ്രേ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു സോണിയ ചേച്ചി. എന്തായാലും സോണിയ ചേച്ചി പെപ്പർ സ്പ്രേ അടിച്ചു വിട്ട വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അടിച്ചു വിട്ട അതിനെ കുറിച്ച് അന്ന് അവിടെ നടക്കുന്ന സംസാരങ്ങളും തർക്കങ്ങളുമായിട്ടുള്ള ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ നല്ലപോലെ വൈറലായി നിൽക്കുന്ന ഒരു വിഷയമാണ്. ഭയങ്കരമായിട്ട് എത്രയും 30 ലക്ഷം 40 ലക്ഷം ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വൈറലായി പോയ സംഭവമാണ്. എന്തായാലും ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കാം. വീട്ടിൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞ? നീ ഇപ്പൊ ഈ വാക്കത്തി കൊണ്ടുവന്നത് എന്തിനാ? ഈ വാക്കത്തി കൊണ്ടുവന്നത് എന്തിനാ? ഞാൻ കണ്ടതാ വാക്കത്തി. ഈ ഉമ്മർത്ത് കയറാൻ പറ്റില്ല, ഈ ഉമ്മർത്ത് കയറാൻ പറ്റില്ല, ഈ ഉമ്മർത്തേക്ക് കയറരുത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ഈ ഉമ്മർത്ത് കയറരുത്, കയറിപ്പോരുത്. ഈ ഉമ്മർത്ത് കയറിപ്പോട്, ഒരുത്തന്മാരോടെ കയറിപ്പോരുത്. നീയൊക്കെ വാക്കത്തി കൊണ്ടോ നിക്കണ വീട്ടിന്റെ ഉള്ളില്? നിന്റെയൊക്കെ വീടാണോ ഇത്? നീയൊക്കെ എന്താ ഉദ്ദേശിച്ചേക്കണ? ഇറങ്ങി പോടാ വീട്ടിന്ന്. എടാടോ കേറ്റി കിടത്താൻ വേണ്ടി ഇവിടെ കയറി പോവരുത്, ഇവിടെ കയറി പോവരുത്. നീയൊക്കെ പോടാ ഇറങ്ങി. പിന്നെ കുണ്ടാനാ ഇറങ്ങി പോടാ, ഇറങ്ങി പോണ വീട്ടിൽ കയറി പോവരുത്. ഇവിടെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇല്ല, ഇവിടെ പറ്റില്ല. പിന്നെ നീ എന്ത് ചെയ്യും? പിന്നെ നീ തല്ലടാ, തല്ല്. ഇവിടെ വീട്ടിൽ ഇവിടെ ഇല്ല, ഇവിടെ വീട്ടിൽ കയറാൻ പറ്റില്ല, ഇവിടെ വീട്ടിൽ കയറാൻ പറ്റില്ല. ഇറങ്ങിപ്പോ. ഇവിടെ കയറാൻ പറ്റില്ല. സോണിയ അങ്ങനെ പെപ്പർ സ്പ്രേ എടുത്ത് ആ വന്നവന്മാരുടെ കണ്ണിലോട്ടങ്ങ് അടിച്ചു കൊടുത്ത്. എന്റെ പൊന്നടാവേ, ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇത് എന്തോ സംഭവം. പിന്നെ വാക്കത്തി കൊണ്ട് വന്ന് വെട്ടാൻ കണക്കിന് വന്നെന്നൊക്കെയാണ് സോണിയ കിടന്ന് വിളിക്കുന്നത്. വാക്കത്തി കൊണ്ട് വെട്ടാൻ വന്നവൻ ഒരിക്കലും ഇങ്ങനെ നോക്കി നിൽക്കത്തില്ല. അത് വേറൊരു സത്യം കേട്ടോ. അതുകൊണ്ട് തന്നെ സോണിയ ചേച്ചി പറയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് എടുത്ത് വിഴുങ്ങാനും പറ്റുന്നില്ല. വാക്കത്തി കൊണ്ട് വെട്ടാൻ വന്നവൻ പിന്നെ അവിടെ സംസാരിച്ചെന്ന് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കത്തില്ല. സോണിയ ചേച്ചി കയറാൻ സമ്മതിച്ചില്ല, അവൻ ഇടിച്ചു കയറാൻ നിന്നപ്പോ അവന്റെ കണ്ണിൽ കൂടി അടിച്ചു കൊടുത്തു സ്പ്രേ. മറ്റവൻ ഇറങ്ങി ഓടാൻ ചെയ്ത മുണ്ടെടുത്താണ് തേഞ്ഞ്. അപ്പൊ സോണിയ ചേച്ചി ചെയ്യുന്ന കണ്ടപ്പം നമ്മൾ വിചാരിച്ചു തള്ള ഇതെന്താ ഇങ്ങനെ സോണിയ ചേച്ചി ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കണം. മുന്നേ ഞാൻ ഇവരുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അതും എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുന്നേ എങ്ങാണ്ട് ചെയ്തെന്ന് തോന്നുന്നു, അതോ 1 വർഷം ബാക്കോ. കാരണം ഇവരുടെ സ്ഥിരം പരിപാടി ഇപ്പൊ ഇതാണ്. ഈ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ വന്നിരുന്ന് കുറ്റം പറയുക, ഷിബു ജോർജിന്റെ അമ്മയെ കുറ്റം പറയുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഇപ്പം ഉടനീളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പിസോഡ് കണക്കിന് ഇറക്കുകയാണ്. മിക്കവാറും നിങ്ങൾ സൂര്യ ടിവിയിലെ ഏഷ്യാനെറ്റിലോ എല്ലാം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരമ്പരയായിട്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. മൊത്തത്തിൽ മലയാളി പ്രേക്ഷകർ എല്ലാവരും കണ്ടിട്ട് ഇതൊരു പരമ്പരയായിട്ട്. അല്ലാണ്ട് എന്നാ പറയാനാ. അങ്ങനെ സോണിയ ചേച്ചി പെപ്പർ സ്പ്രേ അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്തോ എവിടെയോ ഒരു ചീഞ്ഞു നാറ്റം.
വാക്കത്തി കൊണ്ട് വെട്ടാൻ വന്നവൻ വെട്ടിയിട്ടല്ലേ പോകണം. ഇതൊക്കെ കണ്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ സംഭവം അതൊന്നും അല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് വന്നത് ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ വീട്ടിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഇവന്മാര് വന്നത്. ആ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് നടക്കാനാവതില്ല, വീൽ ചെയറിലാണ്. അപ്പോൾ രണ്ടുപേരുടെ സഹായം വേണ്ടേ വീട്ടിലോട്ട് കയറ്റി വിടണമെങ്കിൽ? ഇത് സോണിയ ചേച്ചിയുടെ വീടൊന്നുമല്ല, ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ്. ആ വീട് അദ്ദേഹത്തിന്റെ വീടാണ്. ഇവിടെ സോണിയ ചേച്ചി കയറി നിന്നുകൊണ്ട് ഈ കോപ്രായം കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോണിയ ചേച്ചി ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വന്തം വീട്ടിലോട്ട് ആ വ്യക്തിയെ കയറാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി സോണിയ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. വീടാണ്, പല സ്ത്രീകളെയും ഈ വീട്ടിൽ വെച്ച് ഞാൻ പിടിക്കണതൊക്കെ ആൾക്ക് എല്ലാ സ്ത്രീകളുമായിട്ടും രണ്ടു കാലം തളർന്നായാലും സെക്സ് ചെയ്യലായിരുന്നു. ഓറൽ സെക്സ് അങ്ങോട്ട് ചെയ്തു കൊടുക്കല്, ഓറൽ സെക്സ് ഇങ്ങോട്ട് ചെയ്തു കൊടുക്കല്, ഇതൊക്കെ ഞാൻ ഫോണിലൂടെ പിടിച്ചു. പിന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കടയിലൊക്കെ പോണ സമയത്തായാലും ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചു കയറ്റലും ഒക്കെ ആയിരുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നുണ്ടായില്ല. ഇതിനു മുമ്പ്, വിവാഹത്തിന് മുമ്പും ഇങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാനിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് ആളുടെ പെങ്ങളോടും അനിയനോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ, രണ്ടു കാല് തളർന്നു കഴിഞ്ഞപ്പോഴെങ്കിലും അത് നന്നാവെന്ന് വിചാരിച്ചു, അത് നന്നായില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്റ്റെപ്പിന്റെ മേളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. എന്റെ നട്ടെല്ലിന്റെ ഡിസ്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞു, വെള്ളം ഒഴിച്ചു എന്നും മണ്ണെണ്ണ ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറെ കോൺഗ്രസ്സുകാരെയൊക്കെ കഴിഞ്ഞ വർഷം ഇലക്ഷന്റെ സമയത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവൻ തന്നെ ഇവിടുന്ന് എന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ച്. എന്നിട്ട് പിന്നെ അയാൾ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ പോപ്പോൾ മേഴ്സി ഹോം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് കിടന്ന് ഫാമിലി കോടതിയിലും ഒക്കെ എനിക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ സോണിയ ചേച്ചി ഇരുന്ന് കരഞ്ഞ് സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് തോന്നും സോണിയ ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ടേ, എണീറ്റ് നടക്കാൻ പോലും ആവതില്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തി. ആ സ്ഥിതിക്ക് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യൂ? എനിക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് കിടക്കുന്നത്. ഇനി അന്നും ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗം കൂടി നമുക്ക് കേൾക്കണമെന്ന്. പിന്നെ അങ്ങയുടെ ഭാഗം നമ്മൾ ആരും കേട്ടില്ല. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് മറുനാടൻ എക്സ്ക്ലൂസീവില് അങ്ങേർക്ക് പറയാനുള്ള കാര്യം കൂടി അങ്ങേര് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് അപ്പൊ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നാനുണ്ടായ റീസൺ ഈ വീഡിയോസ് അല്ല, ഇതിന് ശേഷം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പെപ്പർ സ്പ്രേയുടെ വീഡിയോയില് അവർ സംസാരിക്കുന്ന വാക്കത്തിയായിട്ട് വരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്മാരുടെ കയ്യിൽ വാക്കത്തിയില്ല. പിന്നെ അതുപോലെ തന്നെ വാക്കത്തി കൊണ്ട് വെട്ടാമെന്നോ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല, നോക്കി നിൽക്കത്തുമില്ല. അവിടെ എനിക്കൊരു ഒരു 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 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ച് എനിക്ക് അടിക്കുന്നത് ഇതിനുശേഷം ഈ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയെ വെച്ചും കൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് അടുത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നത്. എന്തായാലും ഷിബു ജോർജ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ഇന്നലെ കണ്ട ആ വീഡിയോ 24-ാം തീയതി നവംബർ മാസത്തിൽ ഞാൻ 1.5 വർഷമായി ഒരു അനാഥാലയത്തിൽ അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടായ കാട്ടിക്കൂട്ടലാണ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടത്. ഇവിടെ ഈ സോണിയെ പുറത്താക്കിയിട്ട് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഷിബു ജോർജ് 1.5 വർഷമായിട്ട് അനാഥാലയത്തിൽ പോയി ഇരിക്കുമോ? എനിക്കറിയാൻ പാടില്ല. പിന്നെ അങ്ങയുടെ സ്വന്തം വീടാണ് ഈ വീട്. അവിടെയാണ് ഇപ്പം സോണിയ ചേച്ചി പെപ്പർ സ്പ്രേ വെച്ചോണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് പോലെ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്രായമാണോ സോണിയ ചേച്ചി കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി വരികയാണ്. എനിക്ക് എന്തോ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എവിടെയോ എന്തോ തകരാറ് പോലെ അദ്ദേഹം പറയുന്ന ബാക്കിയൊക്കെ. നിങ്ങൾക്കറിയാമോ, 16 വർഷമായി തളർന്നിരിക്കുന്ന, ശരീരം പാതി തളർന്ന് കയ്യിന് പോലും ബലമില്ലാതെ പരസഹായത്തോടെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ. 2009 പറ്റിയ അപകടം. 2021 എൻ്റെ അപ്പം മരിച്ചു. വീട്ടിൽ ഞാനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 2021 നവംബർ മാസം തന്നെ ഒരു രജിസ്റ്റർ മാരേജ് നടത്തി. സങ്കടം പറഞ്ഞതിൻ്റെ പേരിൽ വീടില്ല, കൊറോണ കാരണം ജോലിയില്ല, ഭക്ഷണമില്ല, നിങ്ങൾ അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ, എന്നെ ഇവിടെ നിർത്തുമോ? അപ്പോൾ ഞാൻ എൻ്റെ ശാരീരികാവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. 8 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കരഞ്ഞ് അമ്മയുടെ കയ്യും എൻ്റെ കാലും പിടിച്ച് ഞാൻ നിങ്ങളെ നോക്കാം, എനിക്കൊന്നും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരായ വഴിക്ക് പോയത്. എങ്ങനെ രജിസ്റ്റർ ചെയ്ത് എൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടി, എനിക്കൊന്നും പറ്റില്ലല്ലോ, കൂട്ടുകാരൊക്കെ സംഘടിപ്പിച്ച് ഒരു മാലയും ഒരു സ്വർണ്ണമാലയും ഒരു മോതിരവും എനിക്കൊരു മോതിരവും അവർ തന്നത്. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ തന്നെ ചതിയുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ 2021 നവംബർ 29 രജിസ്റ്റർ ചെയ്തപ്പോൾ അഫിഡാവിറ്റിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നും കുട്ടിയില്ല എന്നാണ് അഫിഡാവിറ്റ് കൊടുത്തിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് അവിടെ? കഴിഞ്ഞ ദിവസം 1.5 വർഷം അനാഥാലയത്തിൽ കിടന്ന ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വാതിൽ തുറക്കാൻ വിസമ്മതിച്ചിരുന്നു. വാതിലിൻ്റെ ജനലിൽ കൂടിയാണ് എൻ്റെ മുഖത്തും കൂടിയുള്ളവരുടെ എന്നെ വീൽ ചെയർ പൊക്കി അങ്ങോട്ട് വെക്കാൻ സഹായിക്കാൻ വന്നവരുടെ മെത്തയ്ക്കും സ്പ്രേ പെയിൻ്റ് അടിച്ച് തടഞ്ഞു നിർത്തിയത്. താങ്കളുടെ സ്വന്തം വീടല്ലേ? എൻ്റെ സ്വന്തം വീട്. എൻ്റെ അപ്പനുണ്ടായിരുന്ന വീടായിരുന്നു. അപ്പം മരിച്ചപ്പോൾ അമ്മയ്ക്കും എനിക്കും സഹോദരങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വീട്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഈ അനാഥാലയത്തിലേക്ക് പോകേണ്ടി വന്നത്? 2 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ് 2ാം വർഷമാകുമ്പോൾ അതിന് മുന്നേ എൻ്റെ അമ്മയെ ഉപദ്രവിച്ച് അമ്മയ്ക്ക് അറ്റാക്ക് വന്ന് BP കൂടി അമ്മേനെ ഹോസ്പിറ്റലിൽ ട്യൂബൊക്കെ ഇട്ട് അവസാനം ചേച്ചിയുടെ വീട്ടിലേക്ക് മാറ്റി. കാരണം ഇവിടെ നിന്നാൽ കൊന്നു കളയുമെന്ന ഭീഷണിയായിരുന്നു. കാരണം അമ്മയെയും എന്നെയും കൊന്ന് ഈ വീട് സ്വത്ത് കൈക്കലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ വന്നത്. ഈ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയും തന്നെയും തീർത്തിട്ട് ആ വീടും വസ്തുവും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സ്ത്രീയാണ് സോണിയ ചേച്ചി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇത്രയും ദിവസം എനിക്ക് ഡൗട്ടില്ലായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. ഇനി ഇതിനേക്കാളും എനിക്ക് വീണ്ടും ആ ഒരു വിഷയം തോന്നാനുണ്ടായ റീസൺ, ഇവരടുത്ത് 2-3 വീഡിയോസുകൾ ഇവരുടെ ചാനലിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ആ വീഡിയോസും കൂടി കണ്ട സമയത്ത് ഏതാണ്ട് എനിക്ക് നല്ല പോലെ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ടോ? ഇവര് ഇങ്ങനെ വശത്താക്കിയിട്ട് വീടും വസ്തു തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണോ എന്നുള്ളൊരു തോന്നൽ ഒരു സാധാരണക്കാരനെ പോലെ എനിക്ക് തോന്നി തുടങ്ങി. എന്തോ നമുക്കറിയില്ല, ഇതിന്റെ സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ പുറത്ത് വരട്ടെ. ഇനി ഇവരുടെ വേറെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം. ആ വീഡിയോ ക്ലിപ്പിൽ ഷിബു ജോർജിന്റെ അമ്മയെ പിടിച്ചിരുത്തിക്കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അവരാണെങ്കിൽ ഒട്ടും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും അവരെ പിടിച്ചിരുത്തിക്കൊണ്ട് തോന്നിവാസമാണ് ഈ സ്ത്രീ കാണിക്കുന്നത്. ഈ സോണിയ എന്ന് പറയുന്ന സ്ത്രീ കാണിക്കുന്നത് നല്ല 1-ാം തരം തോന്നിവാസമാണ്. ഇത്രയും ചെറ്റത്തനം നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു. ഇത്തരം വീഡിയോസ് കണ്ട സമയത്താണ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഡൗട്ട് തോന്നാനായിട്ട് ഇടയുണ്ടായിട്ടുള്ളത്. അതുപോലെ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടതാണ്. ആ വീൽ ചെയറിലാണ് അങ്ങേരെ ഇരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഉപദ്രവിച്ചെന്ന് പറയുന്നത് എനിക്ക് എന്തോ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇറങ്ങി വന്ന് എന്തായാലും ഉപദ്രവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങോട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പോയി നിന്നു കൊടുക്കൂ? ചോദ്യചിഹ്നം അല്ലെ? അങ്ങനെ ഒരു വിഷയം കൂടി ഇതിന്റെ ഇടയിൽ കെട്ടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എടുത്തു വിഴുങ്ങാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞ് നാർന്ന പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയും പിടിച്ചിരുത്തിക്കൊണ്ട് സോണിയ ഷിബു ജോർജ് ചെയ്ത ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ നായകൻ ഷിബു ജോർജ് ഇല്ലേ, അവൻ പറയണേ ഞാനേ അവന്റെ വീടും സ്വത്തൊക്കെ കണ്ടിട്ടാ വന്നേന്ന്. എന്താമ്മ ഒത്തിരി നാളുകൊണ്ട് പറയണല്ലേ? പിന്നെ പറയണേ ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, എന്റെ മോനൊന്നും ഉണ്ടായില്ല, ഉണ്ടായിരുന്നത് ഞാൻ മറച്ചു വെച്ചിട്ട കല്യാണം കഴിച്ചെന്നൊക്കെ. എന്താമ്മ കിടക്കണോ? കിടക്കാട്ടോ. ഇവരൊന്നും ചെയ്യത്തില്ല, ഇവരൊന്നും ചെയ്തില്ല. വാർദ്ധക്യത്തിന്റെ ഇതിൽ അതിൻ്റെതായ അസുഖങ്ങളും കാര്യങ്ങളുമായിട്ട് സഫർ ചെയ്യുന്ന ആ സ്ത്രീയെ പിടിച്ചിരുത്തിക്കൊണ്ട് ഒരുമാതിരി സൈക്കോള് സിനിമകളിൽ പെരുമാറുന്ന രീതിയിലാണ് ഇവിടെ സോണിയ ഷിബു ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തി പെരുമാറുന്ന. ഈ സ്ത്രീ എന്ത് പോകൃത്തനമാണ് കാണിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർക്ക് സാമാന്യ ബോധമില്ലേ? ഇത്രയും ബോധമില്ലാതെയാണോ പെരുമാറുന്നത്? എനിക്കെന്തോ ഇവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ നല്ല ഡൗട്ടുണ്ട്. ആ സ്ത്രീക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ടും അത്രയും വയ്യാണ്ട് അവർ കിടക്കണമെന്ന് പറഞ്ഞപ്പോഴും അവരെ പിടിച്ച് ഇരുത്തിക്കൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് ഒരുമാതിരി സൈക്കോ കണക്കിന് നിന്ന് പെരുമാറുമ്പോൾ അത് വളരെ മോശമാണ്. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്, എന്ത് പോകൃത്തനമാണ് കാണിക്കുന്നത്, എന്ത് ഊളത്തനമാണ് കാണിക്കുന്നത്? എനിക്ക് എവിടെയോ നല്ല ഒരു മിസ്റ്റേക്ക് ചീഞ്ഞു നാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇവർ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവരെ പോയി ഉപദ്രവിക്കുക തള്ളിയിടുകയൊക്കെ ചെയ്തെന്ന് പറയുന്നു. ഇവർക്ക് എന്തോ അവിടെ ഇവിടെയൊക്കെ ഡിസ്ക് കംപ്ലൈന്റ് എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു കഴമ്പും തോന്നുന്നില്ല. അതിന്റെ റീസൺ അങ്ങേർക്ക് എണീറ്റ് നിൽക്കാൻ പോലും ആവതില്ല. ആ സ്ത്രീ അങ്ങനെ ചെയ്യൂ? ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ മുന്നിലോട്ട് പോയി ചാടിക്കൊടുത്താ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ചെയ്യെന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല 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 തോന്നുന്നുണ്ട്. പിന്നെ അങ്ങേര് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നു എന്നും പറയുന്നുണ്ട്, ഓറൽ സെക്സ് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോന്നുണ്ടേ അങ്ങനെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും നമ്പാൻ പറ്റുന്നില്ല സ്ത്രീയെ. ഇനി ബാക്കി കണ്ടോക്കാം.
ഒട്ടും വയ്യാണ്ട് ഒട്ടും ആവതില്ലാണ്ടിരിക്കുന്ന ഈ ഒരു സ്ത്രീയെ പിടിച്ചിരുത്തിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന പോക്കത്തനമാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫേസ്ബുക്കിൽ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെയും കുടുംബത്തിനെയും താറടിച്ചുകൊണ്ട് ചെളിവാരി തേച്ചുകൊണ്ട് നിരന്തരം വീഡിയോസ് ഇടുന്നു. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്തിന്? സ്വന്തം അപ്പനെ കുറിച്ച് വരെ മറ്റേ അപരാധം പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. അതും ഞാൻ കാണിച്ചു തരാം. അമ്മാതിരി അപരാധം കൂടി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. എന്ത് തരം സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷിബു ജോർജ് പറഞ്ഞതുപോലെ അങ്ങയുടെ വീടും വസ്തുവും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പേക്കൂത്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു പോകുന്നു. ആ രീതിയിലായി സംഭവങ്ങൾ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്നത് പോലെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ജനങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങി. നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നതെല്ലാം ഉഡായിപ്പാണോ എന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ വീടിന് വസ്തുവിന് വേണ്ടിയിട്ടാണോ ഈ ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചതെന്ന് വരെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ വാസ്തവത്തിലോട്ട് എത്തിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങൾ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും. സ്വന്തം അപ്പനെ പറ്റി പറയുന്ന കേട്ടുനോക്കാം. എന്റെ ഫസ്റ്റ് മാരേജ് ലൈഫ് തകർത്തത് എന്റെ സ്വന്തം അപ്പനും എന്റെ സഹോദരനും എന്റെ രണ്ടാനമ്മ എന്ന് പറയുന്ന സ്ത്രീകളെയൊക്കെ കൂടിയായിരുന്നു. എന്റെ അപ്പൻ എന്ന് പറയുന്ന ഒരു ജന്മമില്ലേ, ഞാനത് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. പാവപ്പെട്ട എന്റെ ഒരു അമ്മയെ, അതായത് സുന്ദരാമ്മാള് 17 വയസ്സില് ഒരു ഹിന്ദുവായ സ്ത്രീയെ ആള് വിവാഹം കഴിക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിപ്പിച്ചു ഹിന്ദുവായ ആ സ്ത്രീയെ. എന്നിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിപ്പിച്ചിട്ട് എന്തുണ്ടായേ? ഐഡിയിലൊന്നും ക്രിസ്ത്യൻ മതത്തിന്റെ ഇത് ക്രിസ്ത്യാനി എന്നുള്ളതല്ല, അതിലെല്ലാം വിശ്വകർമ്മ എന്നുള്ള രീതിയിൽ സുന്ദരമ്മാളും തന്നെ പേര് അനിത തങ്കച്ചെന്ന് മാറ്റി പള്ളിയിൽ മാമോദിസ മുക്കി ആ സ്ത്രീനെ വേദം പഠിപ്പിച്ചു. അതിനെ ആ രീതിയിലാക്കിയെടുത്ത് 2 കുട്ടികളെയും ജനിപ്പിച്ചു. അതുങ്ങളെയും മാമോദിസ മുക്കി ജീവിപ്പിച്ചു. ആ സമയത്ത് തന്നെ വെറും കൽപ്പണിക്കാരനായ എന്റെ അപ്പൻ തങ്കച്ചൻ ആലുവ ചുണങ്ങംവേലി പള്ളിയിൽ വെച്ചിട്ടാണ്, സെന്റ് ജോസഫ് പള്ളിയിൽ വെച്ചിട്ടാണ് എന്റെ അമ്മേനെ ക്രിസ്തുമതം സ്വീകരിപ്പിച്ച് താലികെട്ടിയത്. എന്നിട്ട് ആ ഒരു വ്യക്തി ലോകത്തുള്ള എല്ലാ സ്ത്രീകളുമായിട്ട് എല്ലാ റിലേഷനും ഉണ്ടാക്കി. പാവം എന്റെ അമ്മയ്ക്ക് 10, 21, 22 വയസ്സുള്ളപ്പോൾ പോലും എന്റെ അമ്മ ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ വീടുകളിൽ കയറി ഇറങ്ങി നടക്കും. എന്റെ അപ്പൻ ഇങ്ങനെ എന്താ പറയാ, ആ സ്ത്രീകളുടെ കാല് വരെ എന്റെ അപ്പൻ എന്റെ അമ്മേനെ കൊണ്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത്രയേറെ എനിക്ക് വിഷമം കൊണ്ട് എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല. എന്റെ അപ്പനെ ആ സ്ത്രീനെ ഉപേക്ഷിച്ചു. വേറെ 1, 2 സ്ത്രീകളല്ല എന്റെ അപ്പൻ വിവാഹമല്ല, എന്റെ അമ്മേനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരുപാട്. എന്റെ അമ്മ തിരിച്ചെന്റെ അമ്മേനെ നാട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എന്റെ അമ്മേനെ ഓരോ വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് വേറെ ഒരു റീന എന്ന് പറയുന്ന ഒരു സ്ത്രീനെ രജിസ്റ്റർ മാരേജ് ചെയ്തു. അപ്പോഴും ആലോചിക്കണം, പള്ളിയിൽ വെച്ചിട്ട് താലി കെട്ടിയിട്ടാണ് അയാള് പോയി ഈ ഒരു രജിസ്റ്റർ മാരേജും കൂടി ചെയ്ത്. അതിനുശേഷവും ആലുവ എടയപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു സ്ത്രീയിലും മക്കളുണ്ട്. ഇതിനെല്ലാം സപ്പോർട്ട് നിൽക്കുന്ന എന്റെ ആങ്ങളെയായ ടോണി തങ്കച്ചന. അപ്പൊ സ്വന്തം കുടുംബത്തിന്റെയും ചെളിവാരി അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്വന്തം ഹസ്ബൻഡിനെ ചെളിവാരി അടിച്ച് അതിനുശേഷം ഇപ്പൊ സ്വന്തം അപ്പനെ ചെളിവാരി അടിക്കുന്നു, സ്വന്തം ആങ്ങളെ ചെളിവാരി അടിക്കുന്നു. ഇതൊരു സ്ഥിരം എപ്പിസോഡായിട്ട് ഇറക്കാനുള്ള പരിപാടിയാണ് വല്ലതുമാണ്? അറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കാനാണ്. ഓരോന്ന് എപ്പിസോഡ് പരമ്പര പോലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ നല്ല നല്ല ചീഞ്ഞ് നാറ്റം എനിക്ക് അടിക്കുന്നുണ്ട് ഇവരുടെ സംസാരത്തിലും ഇവരുടെ പെരുമാറ്റത്തിലും ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളിലും. നല്ല ഒന്നാം തരം ഉഡായിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഷിബു ജോർജ് എന്ന് പറയുന്ന വ്യക്തി വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഇവർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷമായിട്ട് മറ്റൊരു അനാഥാലയത്തിൽ പോയിട്ട് താമസിക്കുകയാണ്. അത് ഇവരുടെ അടുത്തു നിന്നുള്ള ക്രൂര പ്രവൃത്തികൾ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ 1.5 വർഷത്തോളം മറ്റൊരു അനാഥാലയത്തിൽ പോയിട്ട് താമസിക്കുന്നു. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ പിടിച്ചു കയറ്റി വീട്ടിലോട്ട് വിടാൻ വന്ന ആൾക്കാരെ പെപ്പർ സ്പ്രേ ഇങ്ങേരെ ഉൾപ്പെടെ അടിച്ചു വിടുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവരുടെ ഉദ്ദേശം അങ്ങേരെ വീട്ടിൽ കയറ്റാൻ പാടില്ല, ഈ വീടും വസ്തുവല്ല എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഇവിടെ നിൽക്കണം. ആ സാധനം തന്നെയാണ് അവിടെ തെളിയുന്നത്. എന്റെ പൊന്നു സ്ത്രീയെ ഉളുപ്പില്ലേ എന്ന നാട്ടുകാർ ചോദിക്കുന്നതിൽ തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. എന്തായാലും കുറച്ചൊക്കെ ബോധത്തോടെ പെരുമാറാൻ നോക്ക്. ഒരുമാതിരി വയ്യാതെ കിടക്കുന്ന അമ്മച്ചയും പിടിച്ചിരുത്തിക്കൊണ്ട് സൈക്കോ കണക്കിന് വീഡിയോ എടുക്കുന്നു. സ്വന്തം അപ്പനമ്മയും ചെളിവാരി അടിക്കുന്നു, സ്വന്തം ഭർത്താവിനെ ചെളിവാരി അടിക്കുന്നു, സ്വന്തം ഭർത്താവിനെ വീട്ടിൽ കയറ്റി വിടാൻ വന്നവന്മാരെയും ഭർത്താവിനെ ഉൾപ്പെടെ പെപ്പർ സ്പ്രേ അടിച്ചു വിടുന്നുണ്ട്. എന്തോന്നടേ. എന്നിട്ട് വാക്കത്തി കൊണ്ട് വന്നവനാണെങ്കിൽ തീർക്കാവുന്നവനാണെങ്കിൽ തീർത്തിട്ട് പോകും. അവൻ സംസാരിച്ചോണ്ട് വിളിച്ചോണ്ട് നിൽക്കൂല. എന്തുവാ പറയുന്നത്? കണ്ടോണ്ടിരിക്കണം നമ്മൾ പൊട്ടന്മാരാ? നാണോ പൊട്ടനാ? ബാലചട്ടൻ പറഞ്ഞ പോലെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.